ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ചില അപ്രതീക്ഷിതവും ഞെട്ടിപ്പിക്കുന്നതുമായ ക്രൈം കേസുകളാണ്. ചിലത് കേൾക്കുമ്പോൾ നിങ്ങൾക്കിത് സിനിമയുടെ കഥയാണോ എന്നതുപോലും തോന്നിപ്പിക്കും. പക്ഷേ ഇവയെല്ലാം 100% സത്യമായ സംഭവങ്ങളാണ്. നമ്മുടെ ആദ്യ കഥ അതിശയിപ്പിക്കുന്നതും വളരെ നീളമുള്ളതും ട്വിസ്റ്റുകളുള്ളതുമാണ്. ഇതൊരു സാധാരണ കൊലപാതക കഥയല്ല. ഇതിൽ ഒരേ ഒരു ദുരന്തം മാത്രമല്ല ഉള്ളത്, നിരവധി ദുരന്തങ്ങൾ ചേർന്ന ഒരു സംഭവമാണ് ഇത്. ഒരു കൗമാരിക്കാരിയായ ഷാരോൺ മാർഷൽ എന്ന യുവതി വിസ്മയിപ്പിക്കുന്ന ഭാവിയോടെയാണ് മുന്നോട്ട് പോയത്. ആരായാലും ചിന്തിക്കാത്ത വിധത്തിൽ ഷാരോൺ ROTCയിൽ ലഫ്റ്റനന്റ് കേണൽ ആണെന്ന് പറയപ്പെട്ടിരുന്നു. കൂടാതെ സ്കൂളിൽ ഏറ്റവും മേന്മയുള്ള വിദ്യാർത്ഥികളിൽ ഒരാളായിരുന്നു അവൾ. 1986 ജോർജിയയിൽ ഫോസ്വൻ പാർക്ക് നിന്നും ഹൈസ്കൂൾ പൂർത്തിയാക്കിയ ഷാരൺ ജോർജിയൻ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് ടെക്നോളജിയിൽ എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് പഠിക്കാനായി പൂർണ്ണ സ്കോളർഷിപ്പ് നേടുകയും ചെയ്തു. നാസയിൽ ജോലി ചെയ്യാൻ എന്ന ആഗ്രഹം നിറവേറാനാണ് അവൾ ശ്രമിച്ചത്. പക്ഷേ എല്ലാം അവളിൽ ഒളിച്ചിരുന്ന ഒരു രഹസ്യം മൂലം തകർന്നുപോയി. ഹൈസ്കൂളിലെ അവസാന മാസങ്ങളിൽ ഷാരോൺ ഗർഭിണിയായിരുന്നു. ഇത് അവൾ അതിൻ്റെ പിതാവിനോട് പോലും അറിയിച്ചില്ല. കുഞ്ഞിനെ ജനിച്ചതിനു ശേഷം ടെക്സയിലെ ഒരു ധനിക ദമ്പതികൾക്ക് ദത്തു നൽകുകയായിരുന്നു ചെയ്തത്. ഈ ഗർഭധാരണം അവളുടെ ജീവിതപാതയെ തിരിച്ചുമാറ്റി. അതിനുശേഷം ടാംപ, ഫ്ലോറിഡയിലേക്ക് പുതിയ ജീവിതം ആരംഭിക്കാനായി അവൾ ഫ്രാങ്ക്ലിൻ ഡെലോൺ ഫ്ലോയ്ഡ് എന്നയാളോടൊപ്പം താമസിക്കാൻ തുടങ്ങി. ഷാരൺ ഫ്രാങ്കിൻ്റെ കൂടെ താമസിച്ചിരുന്നുവെങ്കിലും അവൾ മറ്റൊരാളുടെ കൂടെ പ്രണയത്തിൽ പെട്ടിരുന്നു. അങ്ങനെ അവൾ രണ്ടാമതും ഗർഭിണിയായി. ഈ പ്രാവശ്യം കുട്ടിയുടെ പിതാവിനോട് എന്നും പറയാതെ അവൾ കുഞ്ഞിനെ വളർത്താൻ തീരുമാനിച്ചു. 1988 ഷാരോൺ മൈക്കൽ ഗ്രിഗറി മാർഷൽ എന്ന ഒരു ആൺകുഞ്ഞിന് ജന്മം നൽകുന്നു. ഫ്രാങ്കും ഷാരോണും തമ്മിലുള്ള ബന്ധം വളരെ അസാധാരണമായിരുന്നു. അതൊരു പ്രണയബന്ധമോ എന്ന് വ്യക്തമായിരുന്നില്ല. പക്ഷേ അവർ ഒരുമിച്ച് താമസിച്ചു. മൈക്കിളിന് വേണ്ടി ഒരുമിച്ച് നടക്കാൻ തുടങ്ങി. ഫ്രാങ്ക് ഒരു പെയിന്റർ ആയിരുന്നു, പക്ഷേ മോശം ബാക്ക് പെയിൻ കാരണം കൂടുതൽ ജോലി ചെയ്യാൻ കഴിയാറില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഷാരോൺ എക്സോട്ടിക് ഡാൻസറായി ജോലി ചെയ്യാൻ തുടങ്ങി. പണം കൊണ്ടുവരാനായി അവർ സർവീസുകൾക്കൊപ്പം സർക്കാർ വെൽഫെയർ സഹായം പ്രയോജനപ്പെടുത്തി. സഹപ്രവർത്തകർക്ക് ഷാരോൺ വളരെ നല്ലവളായിരുന്നു. അവളെ എല്ലാവരും സ്നേഹിക്കുകയും കരുതലോടെ സമീപിക്കുകയും ചെയ്തു. അവളുടെ ഏറ്റവും അടുത്ത സുഹൃത്തായത് 18 വയസ്സുകാരിയായ ഷെറിൻ ക്ലൈമാക്സ് ആയിരുന്നു. പക്ഷേ ഫ്രാങ്കിന് ഷെറിനും